ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക് അരീന. ഇത്തവണത്തെ IPL ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. മാർച്ച് 22-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളികൾ അത് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. ഒരു മികച്ച പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ABP ലൈവ് ഇപ്പോൾ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇത്തവണത്തെ IPL ഓപ്പണിംഗ് മാച്ച് അഥവാ ആദ്യ മത്സരം നഷ്ടമായേക്കാവുന്ന 5 സുപ്രധാന താരങ്ങൾ ഉണ്ട്. ആ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ താരം അത് ജസ്പ്രീത് ബുംറയാണ്. മുംബൈ താരമായ ഇദ്ദേഹം പരിക്കിന്റെ പിടിയിലാണ്. ആദ്യത്തെ 3-4 മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യത്തെ മത്സരത്തിന് അഥവാ CSKക്കെതിരെയുള്ള മത്സരത്തിന് ബുംറയുടെ സേവനം മുംബൈക്ക് ലഭ്യമായേക്കില്ല. രണ്ടാമത്തെ താരം അത് LSGയുടെ സൂപ്പർ താരമായ മായങ്ക് യാദവ് ആണ്. പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ IPL ആദ്യ പകുതി അല്ലെങ്കിൽ പകുതിയോളം മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ. മൂന്നാമത്തെ താരം അത് RCBയുടെ ജോഷ് ഹേസൽവുഡ് ആണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല. പക്ഷെ പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടന മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഹേസൽവുഡ് കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ വന്നിട്ടില്ല. നാലാമത്തെ താരം അത് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയാണ്. CSKക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കില്ല. അദ്ദേഹത്തിന് സസ്പെൻഷൻ ആണ്. അത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ്. സ്ലോ ഓവർ റേറ്റിനുള്ള ഒരു പെനാൽറ്റി ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലായിരുന്നു ഇത്. ഇനി അഞ്ചാമത്തെ താരം അത് ഓസ്ട്രേലിയൻ താരമായ മിച്ചൽ മാർഷാണ്. LSGയുടെ താരമാണ് ഇദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു പരിക്കിൽ നിന്നും മുക്തനാവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിന് അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് ABP ലൈവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരെ കൂടാതെ പല താരങ്ങളും ആദ്യ മത്സരത്തിലൊക്കെ പുറത്തിരിക്കാൻ തന്നെയാണ് സാധ്യത. ടൈറ്റ് ഷെഡ്യൂളുകൾ കാരണം പല താരങ്ങളും ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.